ഇന്ന് ഞാൻ പോകുന്നതാണ് ജപ്പാനിലെ ഒരു ഡ്രഗ് സ്റ്റോർ. ഡ്രഗ് സ്റ്റോർ എന്ന് പറയുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് ഡ്രഗ് സ്റ്റോർ. നമുക്ക് നടന്ന് ചെന്ന് എല്ലാം എടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു കൗണ്ടർ കാണുന്നില്ല, ഈ കൗണ്ടറിലാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീൻ. ഇതാണ് ആ മെഷീൻ. ഇതൊരു പഴയ മെഷീനാണ്. ഇതിലേക്ക് നമ്മൾ ഇവിടെ ഇരിക്കണം. ആദ്യം ഈ സീറ്റിലിരിക്കുക, എന്നിട്ട് നമ്മളുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. എൽബോയുടെ മേലെയാണ് ഇത് ടൈറ്റ് ആവേണ്ടത്. അപ്പോൾ എൽബോയുടെ മേലെ വരെ നമ്മൾ കൈ ഉള്ളിലേക്ക് കയറ്റണം. നമ്മൾ സാധാരണ പ്രഷർ മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നതും നമ്മൾ അത് കെട്ടുന്നത് നമ്മളുടെ എൽബോയുടെ മേലെയുള്ള ഭാഗത്താണ്. അപ്പോൾ അതുവരെ കയറ്റുക. എന്നിട്ട് അവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ, ആ പച്ച ബട്ടണാണ് സ്റ്റാർട്ട് ബട്ടൺ. അത് ഞെക്കുക. അത് ഞെക്കുമ്പോൾ കണ്ടോ റീഡിങ്സ് വരുന്നുണ്ടോ. അപ്പോൾ ഉള്ളിൽ നമ്മളുടെ കയ്യിലേക്ക് ഈ മെഷീനിൽ നിന്ന് ക്ലോത്ത് ടൈറ്റ് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് അപ്പോൾ റീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നോർമലായിട്ട് ടൈറ്റ് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്ന പോലെ തന്നെ ഇതും ടൈറ്റ് ആവുകയും റിലാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ പച്ച ബട്ടൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ബട്ടണാണ് സ്റ്റോപ്പ് ബട്ടൺ. സ്റ്റോപ്പ് ബട്ടൺ ഞെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് റീഡിങ്സ് ആവുമ്പോഴേക്കും ഇത് തനിയെ സ്റ്റോപ്പ് ആയിക്കോളും. ഇതിപ്പോൾ കണ്ടോ 122/74 ആണ് ഈ റീഡിങ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് കൈമാറ്റാം. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഇതാണ് പ്രഷർ ടൈറ്റാണ് റിലാക്സ് ചെയ്യുന്നത്. ഇത് എല്ലാ കുസീറിയിലും ഡ്രഗ് സ്റ്റോറിലും ഇത് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ജപ്പാനിലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യും.